ഇപ്പോൾ ഡോക്ടർ CV ആനന്ദബോസാണ് താരം. അദ്ദേഹം പഴയ IASകാരനാണ്. IAS ഒക്കെ വിട്ടതിന് ശേഷം മാറിയതിന് ശേഷം അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഗാലാൻഡ്, മിസോറാം പോലുള്ള ഗവൺമെൻറ്റുകളുടെയൊക്കെ അഡ്വൈസറായിട്ട് പോയി. ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ നല്ല സ്വാധീനം ഉണ്ടാക്കി. മോദിയുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റി. അങ്ങനെ അവസാനം ബംഗാൾ ഗവർണറായി. ഇപ്പോൾ 3.5 വർഷമായി. 5 വർഷം ഉണ്ട്. 3.5 വർഷമായി. മമതാ ബാനർജിയുമായിട്ട് ആദ്യം സൗഹൃദത്തിലായി, പിന്നെ ഉടക്കായി, തർക്കമായി, വലിയ പ്രതിസന്ധിയായി, അവസാനം കേസായി, വഴക്കായി, സുപ്രീം കോടതി വരെ എത്തി. എന്തായാലും അദ്ദേഹം അവിടെ തുടർന്നു. പക്ഷേ ഇപ്പോൾ വളരെ യാദൃശ്യമായി പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. എന്നിട്ട് തമിഴ്നാട് ഗവർണർ രവിക്ക് അവിടെ പകരം ചാർജും കൊടുത്തു. ഇതിനിടയ്ക്ക് ആസാമിലെ ഗവർണറെയും പിൻവലിച്ചിട്ടുണ്ട്. ആസാമിലെ ഗവർണറും രാജിവെച്ചു. അവിടെ ആസാമുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുമായി കാര്യമുള്ളതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ ആനന്ദബോസ് ഇനി എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് 2 വാർത്തകളാണ് കേൾക്കുന്നത്. ആനന്ദബോസ് കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നു. കേരള രാഷ്ട്രീയത്തിലേക്ക് ആനന്ദബോസിനെ കൊണ്ടുവരുന്നു എന്നാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് NSSമായിട്ടൊക്കെയുള്ള ചില തർക്കങ്ങളും NSSൻ്റെ ചില പ്രവർത്തനങ്ങളും ഒക്കെ ആനന്ദബോസിന് ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ NSSൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടെ ഇടപെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ആനന്ദബോസിൻ്റെ നേതൃത്വത്തിൽ ഇടപെട്ടാൽ അതിനൊരു സാധ്യതയുണ്ട് കേരളത്തിൽ. അങ്ങനെ ആനന്ദബോസിനെ കൊണ്ടുവന്നുകൊണ്ട് NSSനകത്തു കൂടി ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ആനന്ദബോസിനെ കേരള രാഷ്ട്രീയത്തിൽ നിർത്താൻ കൊല്ലത്ത് അദ്ദേഹം ഫയലിൽ നിന്ന് വയലിലേക്ക് എന്ന് പറയുന്ന അതിബൃഹത്തായ പരിപാടി കളക്ടറായിരുന്നപ്പോൾ ചെയ്തിരുന്നു. നിർമ്മിതി കേന്ദ്രം തുടങ്ങുമ്പോൾ അദ്ദേഹമായിരുന്നു അതിൻ്റെ ആദ്യത്തെ ചാമ്പ്യൻ. കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, നല്ല ആശയമുള്ള ആളാണ്, കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിന് ചില ദൗർബല്യങ്ങളും കുഴപ്പങ്ങളും എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ പലർക്കും ഉള്ളതുപോലെ ഉണ്ട്. അത് പോട്ടെ, അതൊക്കെ വ്യക്തിപരമായ കാര്യം. അദ്ദേഹം ഗവർണറൊക്കെ ആയല്ലോ, അതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. അദ്ദേഹം നല്ല ഡൈനാമിക്കായിട്ടുള്ള പുതിയ ആശയങ്ങൾ ആശയങ്ങളുള്ള മന്ത്രിമാരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് CV ആനന്ദബോസ്. എന്തായാലും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത്. ഒന്നുകിൽ കേന്ദ്രമന്ത്രിയാകും, അല്ലെങ്കിൽ കേരളത്തിൽ മത്സരിച്ച് ജയിച്ചിട്ട് ജയിച്ച് കേരളത്തിൽ തുടരാനും സാധ്യതയുണ്ട്. കേരളത്തിൽ നിന്ന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ, അതോ രാജ്യസഭയിലേക്ക് പോയി മന്ത്രിയാകുമോ? എന്തായാലും പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത് ആനന്ദബോസ്. അങ്ങനെ കൊണ്ടുവരുന്നത് മന്ത്രിയാക്കിയിട്ടായാലും കേരളത്തിലാക്കിയിട്ടായാലും എങ്ങനെയായാലും കൊണ്ടുവരുന്നത് BJPയുടെ അടുത്തൊരു സ്ട്രാറ്റജിയാണ്. രാജീവ് ചന്ദ്രശേഖർ സ്ട്രൈക്സ് എഗെയിൻ, സർജിക്കൽ സ്ട്രൈക്ക് വീണ്ടും വരുന്നു. ആനന്ദബോസ് കേരളത്തിലേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് കൂടുതൽ ശക്തമായ BJPക്ക് അടിത്തറയുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കൊരു വലിയ തിങ്ക് ടാങ്കേഴ്സ്, അതായത് കുറച്ച് ബുദ്ധിജീവികളെ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് ആനന്ദബോസ് വരുന്നു. അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയി മന്ത്രിയായാലും അദ്ദേഹത്തിന് വരാൻ പറ്റും, ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റും. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മത്സരിച്ചാലും ഇടപെടാൻ പറ്റും. എന്തായാലും ആനന്ദബോസ് പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്, മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മത്സര രംഗത്തേക്കോ വരുന്നു എന്നുള്ളതാണ് അവസാനം കിട്ടുന്ന ന്യൂസ്. അദ്ദേഹം ഇതിനിടയിൽ ഡൽഹിയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ഡൽഹി ഘടകത്തിൻ്റെ യോഗത്തിൽ പോയി. പെരുന്നയിൽ അദ്ദേഹം ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചെന്നപ്പോൾ പെരുന്ന പോപ്പ് അദ്ദേഹത്തിന് അവിടെ കയറ്റാത്തതിൻ്റെ കഥകളും ഒക്കെ പറഞ്ഞ് ഡൽഹിയിൽ സ്മൃതി മണ്ഡപം ഉണ്ടാക്കണം, നായർ സർവീസ് സൊസൈറ്റിയുടെ മന്നത്ത് പത്മനാഭനാചാര്യന് സ്മൃതി മണ്ഡപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അത് അവസാനം തീരുമാനമായി. ഇപ്പോൾ 6 മാസത്തിനകത്ത് സ്മൃതി മണ്ഡപം പണിയാനുള്ള പ്രവർത്തനങ്ങൾ, ഡൽഹിയിൽ സ്മൃതി മണ്ഡപത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അവിടുത്തെ നായർ സംഘടനകളുടെ നേതൃത്വത്തിൽ. എന്തായാലും അപ്പോൾ അതിന് ആദ്യ മാസത്തെ ശമ്പളം ആനന്ദബോസ് കൊടുക്കുമെന്നും പറഞ്ഞ് കൊടുത്തു കാണും. ചിലപ്പോൾ ഇനിയിപ്പോൾ സമയമില്ലല്ലോ, കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇതിനിടയ്ക്ക് ആനന്ദബോസ് വയനാടിലേക്ക് കുറേ ശമ്പളം പൈസയും കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അത് വാങ്ങിച്ചോന്നും അറിയത്തില്ല കേരള ഗവൺമെൻറ് വയനാടിലേക്ക് ഒരുപാട് ആളുകൾ, യൂസഫ് അലി, മോഹൻലാൽ, ഇതുപോലെ ഇദ്ദേഹം, പിന്നെ പല നടന്മാർ, കർണാടക ഗവൺമെൻറ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ പണം സംഭാവന ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ അതൊക്കെ മേടിച്ചോ എടുത്തോ എന്നൊന്നും ഒരു പിടിയുമില്ല. അത് ഗവൺമെൻറ്റിനെ അറിയാവൂ, നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആനന്ദബോസ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. വെറുതെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അദ്ദേഹം പൊതു രാഷ്ട്രീയത്തിലേക്ക് വന്ന് പാർലമെൻ്ററി രംഗത്തിലേക്കും പൊതുരംഗത്തേക്കും വരുന്നു എന്നാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ അത് കേരളത്തിലും രാജ്യത്തും BJPക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെ CV ആനന്ദബോസ് പുറത്തിറങ്ങുന്നു. അവർ ബംഗാളിൽ നിന്ന് ചാടി. ഇനി പക്ഷേ ഒരു തമാശ എന്തെന്ന് വെച്ചാൽ, ബംഗാളിലേക്ക് കൊടുത്ത ഗവർണർ രവി എന്ന് പറഞ്ഞാൽ ആളൊരു പുലിയാണ്. എന്നും സ്റ്റാലിനോട് വഴക്കുണ്ടാക്കുന്ന ആളാണ്. സ്റ്റാലിനേക്കാൾ വഴക്കാളിയാണ് മമതാ ബാനർജി. അപ്പോൾ ചക്കയ്ക്കൊത്ത ചങ്കരൻ അടിപൊളിയായിരിക്കും ബംഗാളിൽ. ഇനി
ദിവസവും തല്ലിനും വഴക്കിനുമേ സമയം കാണുകയുള്ളൂ. രവി എന്ന് ചെറിയ രണ്ടക്ഷരമാണെങ്കിലും അതൊരു രവിയാണ്, ഒരു ഒന്നൊന്നര രവിയാണ്. ഗവർണർ എപ്പോഴും തമിഴ്നാട് സർക്കാരുമായിട്ട് കോടതി കേസ് വഴക്ക് വലിയ ബഹളം നടത്തുകയും ചെയ്യുന്ന ഒരു ഗവർണറാണ്. അദ്ദേഹമാണ് ബംഗാളിൽ ചാർജ് എടുക്കുന്നത്. അത് മമതാ ബാനർജിയുടെ ഉറക്കം കൂടുതൽ കെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മമതാ ബാനർജിയുടെ ഒരു 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 നിർദ്ദേശമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായമായിട്ട് പുറത്ത് വന്നത്, അമിത്ഷാ വലിയ സമ്മർദ്ദം ഗവർണറുടെ പുറത്ത് കൊടുത്തു, ബംഗാളിൽ കുറേ കാര്യങ്ങൾ അവിഹിതമായി ചെയ്യാൻ കൊടുത്തു, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് മാറ്റി എന്നൊരു ദുരാരോപണം നമ്മുടെ മമതാ ബാനർജി പുറത്തു വച്ചിട്ടുണ്ട്. അതും നമ്മൾ കാണണം. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് 3.5 വർഷമായപ്പോൾ ആരോടും പറയാതെ, ചിലപ്പോൾ BJPക്കകത്തോ മോദിയോടോ പിന്നെ നിതിൻ ബബിനോടോ അല്ലെങ്കിൽ നദ്ദയോടോ അമിത്ഷായോടൊക്കെ പറഞ്ഞാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനോട് പറയാമായിരിക്കും. എന്തായാലും പബ്ലിക്കിനെ അറിയാതെ, പൊതുമണ്ഡലത്തിന് പിടികൊടുക്കാതെ, മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ വളരെ പെട്ടെന്ന് ഒറ്റ ലെറ്ററിൽ അദ്ദേഹം രാജിവെച്ചു. അതുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കുകയെന്നറിയില്ല. പൊതു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് കേരളമായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ തട്ടകം, അതോ അദ്ദേഹം നാഷണൽ ലെവലിലേക്കുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും, മന്ത്രിയായി ദേശീയ തലത്തിലേക്കുള്ള പ്രവർത്തനമായിരിക്കുമോ ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുകയുള്ളൂ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പൊതുരംഗത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ തീരുമാനം. അതിൽ NSSൻ്റെ നേതൃത്വത്തെ പിടിക്കുക, അല്ലെങ്കിൽ NSSന് ഒരു സമാന്തര NSS ഉണ്ടായാലും അത്ഭുതമില്ല. ആനന്ദബോസിൻ്റെ നേതൃത്വത്തിൽ ഒരു സമാന്തര NSS ഇവിടെ ഉണ്ടായാലും അത്ഭുതമില്ല എന്നുള്ള ഒരു പുതിയ കഥയും നമുക്ക് അറിയിക്കാനുണ്ട്. എന്തായാലും ആനന്ദബോസ് രണ്ടും കൽപ്പിച്ച് തന്നെ രംഗത്തുണ്ട്. ഇനി കേരളത്തിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ രംഗത്തും മതപരമായ മേഖലകളിലുമൊക്കെ ആനന്ദബോസിൻ്റെ ഒരു ടച്ച് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഗവർണറായി ഇനി പോകാനുള്ള സാധ്യത കുറവാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് നേരെ മാറി വേറൊരു ഗവർണറായി പോകുമായിരുന്നു. അതുകൊണ്ട് ഇനി മറ്റൊരു സംസ്ഥാനത്ത് ഗവർണറായി പോകാനുള്ള സാധ്യത കാണുന്നില്ല. അതേസമയം ഇത് പൊതുരംഗം ഉപേക്ഷിക്കുന്നതുമായിട്ടും കാണുന്നില്ല. അപ്പോൾ പിന്നൊരു ഗ്യാപ്പിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞല്ലോ, ഒന്നുകിൽ രാജ്യസഭ വഴി കേന്ദ്രമന്ത്രി, ഇപ്പം നിതീഷ് കുമാറായി പലരും ആയല്ലോ, അക്കൂട്ടത്തിൽ കേന്ദ്രമന്ത്രി, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ എതിരെ വന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്നിട്ട് BJPക്ക് അനുകൂലമായ ക്യാമ്പയിനുകൾ നടത്തി BJPയെ ജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചിലപ്പോൾ കൊല്ലത്തോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. കൊല്ലത്ത് CV ആനന്ദബോസ് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു മത്സരമായിരിക്കും. ഒരു വശത്ത് ജയമോഹൻ, മറുവശത്ത് ബിന്ദു കൃഷ്ണ, അതോടൊപ്പം തന്നെ CV ആനന്ദബോസ്. വലിയ മത്സരമായിരിക്കും അങ്ങനെ നടക്കുക കൊല്ലത്ത്. കാരണം കൊല്ലം അദ്ദേഹത്തിൻ്റെ വലിയ തട്ടകമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊല്ലം എന്ന് പറയുന്നത്. അദ്ദേഹം കൃത്യമായി മത്സരിക്കാനുള്ള സാധ്യതയും കാണുന്നു. എന്തായാലും ആനന്ദബോസ് പൊതുരംഗം വിടുന്നില്ല. അതേസമയം രാഷ്ട്രീയത്തിലേക്ക് കടക്കാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടക്കാനാണ്. അത് മന്ത്രിയായിട്ടാണോ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാണോ, MLA ആയിട്ടാണോ, ഏത് രൂപത്തിലാണ്, ഭാവത്തിലാണെന്ന് അദ്ദേഹത്തിന് അറിയാവൂ. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ പാർട്ടിക്ക് ഇതൊക്കെ അറിയാൻ കഴിയുള്ളൂ, നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആനന്ദബോസ് അടങ്ങുന്നില്ല.